السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله على نبينا سيدنا مولانا محمد صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا كثيرا. كلما ذكر الذاكرون غفل عن ذكر الغافلون. أما بعد، بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. صدق الله المولانا العظيم. حب الدنيا رأس كل خطيئة. شفيعنا رسول الله صلى الله عليه وسلم. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബൈക്ക് ശേഷം വറങ്ങ് പരമസുഖത്തിലെ. പഠിക്കേണ്ട കാലം രണ്ട് കൈയും വീശി വെറുതെ നടന്നാൽ കതിരിനല്ല അവകാശി. കൂടാതെ അവന് ഹസദ് രോഗം പിടിപെടും. അതുകൊണ്ട് വിവിധ ആപത്തുകളും അവനിൽ ഇടപെടും. വാലം സയ്യിദുനാ മൗലാനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ചെന്ന വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയ്ഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയ്യും മഷ്കൂറാ. ഈമാൻ എന്ന മനുഷ്യന്മാർ, ഈമാൻ മുഅ്മിനായ മനുഷ്യന്മാർ, മുഅ്മിനായിട്ട് ആഖിറത്തെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ, ಅದಕ್ಕಾയിട്ട് ಪ್ರಯತ್ನ ಮನುಷ್ಯന്മാർ അള്ളാഹുടെ മുട്ട പ്രശംസാർഹർ, അങ്ങാ പുകൽപ്പെടാർ, അങ്ങാ അള്ളാഹുടെ മുട്ട സ്ഥാനം മാനം ബഹുമാനുണ്ട് എന്ന് അല്ല ചെന്ന. അപ്പോൾ ആ ദുന്യ ജീവ ത്വാലിബ് ആക്കില്ല. ദുനിയാവ് ചത്ത ചക, ಅದಕ್ಕೆ ಬೆಲೆ ಇಲ್ಲ. അതുകൊണ്ട് ദുനിയാവ് ಸಂಪಾದನೆಗೂ മനുഷ്യന്മാർ കച്ചകെട്ടിട്ടെങ്കിൽ ഉള്ള എല്ലാ ദോഷം യാരമേ ആവടും. ഹുബ്ബു ദുന്യാ റഅസുകുല്ല ഖതിയത്തിൻ. ദുനിയാവിലുള്ള ഹുബ്ബ് പീർസ എല്ലാ ദോഷത്തെ ഫൗണ്ടേഷൻ. അതുകൊണ്ട് ദുനിയാവ് എങ്ങനെ, ദുനിയാവിടെ ചെമ്മ ബലവീക്കാണ്ട് ദുനിയാവിൽ അള്ളാഹു കണക്കാക്കിയതെല്ലാം നമുക്ക് കിട്ടുന്നുള്ള അപ്പട്ട ഈമാൻ ഉണ്ടാക്കണം. ദുനിയാവിൽ അള്ളാഹ് കണക്കാക്കിയതെല്ലാം കിട്ടില്ല, അള്ളാഹു കണക്കാക്കാതെ ഞങ്ങൾ തയ്യാറാകുവാവില്ല എന്നുള്ള ബോധ്യമാണ്. അവർക്ക് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ കച്ചറ ഇട്ട ഒരു പക്ക കാണ്ട്. കച്ചറ ചെന്നെങ്കിൽ ಎಲ್ಲ ಕಾಟಂಗಲ್ಲ ಕೊಂದು ರಾಸಿಡ್ರ ಪಕ್ಕ. അവിടെ കാട്ട ചെന്ന് എല്ലാം ഇക്കട് വേണ്ടാത്ത അനഗത്യമായത് എല്ലാം ഇക്കട് ഒരു തൊട്ടി പോലത്തെ. അവിടെ നടക്കുമ്പോൾ സഹാബകളെല്ലാം ജೊತೆಯಲ್ಲಾರು നടക്കുമ്പോൾ അവിടെ കണ്ടുണ്ട് എന്തൊരു ഒരു ചത്ത ആടും പൂന്നവരുടെ ചത്ത ആട് അവിടെ ഉണ്ട്. അള്ളാഹു റസൂൽ ಅದರ കാത് പിടിച്ചിട്ട് മേലിങ്ങനെ ഉദ്ദാക്കി ചെന്ന് ഇത് ആർക്ക് വേണം, ഇതിലാറ് ആഗ്രഹിക്കടാറ്, ഇതാർക്ക് വേണം. ഈ ആഡ്രോ ಶವ ಈ ಚಗ ಈ ಆಡ್ರೋ ಈ ಚಗ ಇದರ ಓನರ್ಗೆ എന്നേത്ത് വേണ്ട ಅಂತ അത് നീച്ചമായിട്ട് അവനക്ക് വേണ്ട, അവനക്കത് വേണ്ട ಅಂತല്ലേ. അതുകൊണ്ടെല്ലാം ഇവിടെ വന്ന് പോന്നറോ സ്വഹാബികൾ ചെന്നാറ് നോക്കും. സ്വഹാബികൾ ചെന്നാറ് നോക്കും. നബി ചെന്ത് ಇದರ ನಾನಿപ്പോൾ ಬಿಕ್ಕಡೆ ಆರಿಗೆ ಬೇಣು ನಬಿ ಚೆಂತ ಅದು ಹಯಾತಿಂದೆಂಗಲೇ ನಂಗೆ ಬೇಡ, അതിപ്പോൾ ചത്ര, അതൊക്കെ തീരെ വിലയില്ല. അതുകൊണ്ടത് ഇവിടെ എന്തായിട്ട് കച്ചറ പോലുണ്ടെങ്കിൽ പോകുന്നു. യാ റസൂലല്ലാഹ്, അതൊരു ധനികത് വേണ്ടാത്തത് കൊണ്ട്, അത് നീച്ചമായതുകൊണ്ട് അതിവിടെ കാട്ടുന്ന തൊട്ടിക്ക് റെഡിയായിട്ട്. അപ്പോൾ അള്ളാഹു ചെന്തത് അതിനെ പിടിച്ചിട്ട് ഈ ആട് ചത്ത ആട് ಅದರ ಓನರ್ಗೆ ಅದರ ಒಡೆಯಗೂ ಅದರ ಯಜಮಾನಲ್ಲ ಅವನಿಗೆ ಎತ್ತರ ನೀಚಮ, ಅದರ ಕಾಟಿ ನೀಚ ಇಡೀ ದುನಿಯಾವಡೆ ಪಡಿಚು ಅಲ್ಲವು. ಈ ದುನಿಯಾವು ನೀಚ, ಅದರ ಕಾಟಿ ತಾನದು. ದುನಿಯಾವು ಬೆಲೆ ಇಲ್ಲ, ഒരു ചെറുകിട വില, ഒരു കുതിര വിലയില്ല. കുതിര വിലങ്കാല ഇന്ദിരെങ്കിൽ അള്ളാഹ് ഒരൊറ്റ അവിശ്വാസികൾ ചെന്നൈ അമുസ്ലിം ഒരു കൂട്ടു തന്നെ അല്ല കൊടുക്കാലಂತೆ. അതുകൊണ്ട് ദുനിയാവ് ബലമേ ഇല്ല. ദുനിയാവിടെ അള്ളാഹു കണ്ണുദ്ദാക്കി നോക്കിയിട്ടേ ഇല്ല എന്നും ഹദീസുണ്ട്. ചെന്ന ಅರ್ಥ ಅಂದರು ದುನಿಯಾವು ಬೆಲೆ ಇಲ್ಲ ಅಂತ ಅರ್ಥ, ನೋಕಿಲ್ಲ എന്നർത്ഥ. ದುನಿಯಾವು തീരെ ಬೆಲೆಯಿಲ್ಲ. അതുകൊണ്ട് എന്താവണം, ದುನಿಯಾವು ಬೆಲೆ ಬೇಕಂಟ ಆಖಿರತೆ ಬಗ್ಗೆ ಚಿಂತಿക്കണം. മക്കളെ ബൽത്തുമ്പത്തും ആർക്കെന്ത് കൊടുക്കുമ്പത്തും എന്താക്കും വിഷയ ടോട്ടൽ കലമ്പലെന്തെക്കണം ആഖിരത്തെ വിഷയ, ആഖിര ഖൈറാവണം. ഞങ്ങൾ മക്കളെ ബൽത്തുന്നതൊക്കെ ആഖിരത്ത്, എല്ലാ ആഖിരത്ത്.
അപ്പോൾ ആഖിറ സമ്പാദന സയ്യിദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് എന്തിനുണ്ടോ അതിൽ വലിയ പൈസക്കാരായിട്ടില്ലേ, ഭൂമിയുടെ വലിയ പൈസക്കാരായിട്ടേ. എന്തുകൊണ്ട് അയാളിങ്ങനെ ഈ സ്വത്തെല്ലാം ഇങ്ങനെ സമ്പാദനാക്കിയോ അയാളിട്ട് കേട്ടപ്പോൾ അയാൾ ചെന്നു അള്ളാഹു റസൂൽ ചെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി എത്ര വേണം സമ്പാദനാക്കുക 4 കാര്യത്തിലായിട്ട്. ഭൂമി എത്ര വേണേം ഗോരിബാറ 4 കാര്യത്തിൽ. ഒന്നെന്തൊക്കെയായിട്ട് കട ഉണ്ടെങ്കിൽ കട തീർക്കുമായിട്ട് എന്തോ നണ്ട പടച്ചവനെ കട ഒരു നയാ പശിക്കോ തീരാ, അതുകൊണ്ട് ഞാൻ ഈ നയിക്കടോ എന്ന് എത്ര വേണം സമ്പാദന. ഒന്ന് അഭിമാനത്തോട് ജീവിക്കണം. അഭിമാനം ആരട്ട് ഇറക്കില്ല, ನಾನು ಆರಟು ಎರಕ್ಕಿಲ್ಲ ನನ್ನ ಅಭಿಮಾನದಕ್ಕೆ ಆಗುತ್ತೀರ ಅದರ ಸಂರಕ್ಷಣೆಗಾಯ್ತು ಎತ್ತರ ಬೇಣೆ ಪೈ ಸಂಪಾದನೆಗೆ ಎತ್ತರ ಬೇಣೆ ಇನ್ನೊಂದಿಂದರು ಕುಟುಂಬ ಸಂಬಂಧ ತಮಗೂ ಎಲ್ಲರಿಗೂ ಸಹಾಯ ಆಗುವಾಯ್ತು. ಕುಟುಂಬ ಸಂಬಂಧ ಭದ್ರ ಹಾಕುವಾಯ್ತು, ಅದರ ಗಟ್ಟಿ ಹಾಕುವಾಯ್ತು, ಅದರ ಗಾಢ ಹಾಕುವಾಯ್ತು, ಅದು നല്ല ഡീപ്പ് ആക്കുമായിട്ട് കുടുംബ സംബന്ധത്തെ എത്ര വേണം സമ്പാദനക്ക്. എന്തെങ്കിലും കുടുംബക്കാർക്കെല്ലാം കൊടുക്കൂലേ, സന്തോല കൊടുല്ലേ. പിന്നൊന്ന് ഈമാൻ്റെ സംരക്ഷണയ്ക്ക്. ഈമാൻ്റെ സംരക്ഷണ ദുനിയാവ് വേണം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഫസ്റ്റ് ദുനിയാവിടെ നല്ല ആക്കുന്നു അള്ളാഹു, അതിൽ നിന്ന് ആഖിറത്ത് എന്തെങ്കിലും ദുനിയാവ് വേണം. എന്തൊക്കെ ആഖിറ സമ്പാദന കൊടു ധാരാളം ഉണ്ട്. എന്തൊരു സമ്പത്ത് വേണാടും. സമ്പത്ത് അല്ലാഹു റസൂൽ സന്തോഷാടുന്നെങ്കിൽ ധാരാളം സമ്പാദന ഈമാന സംരക്ഷണത്. അങ്ങനെ ആ 4 കാര്യത്തിൽ അല്ലാണ്ട് ಬೇರೆ ಏದು ಕಾರ್ಯಕ್ಕೂ ಆಗುತ್ತೀರ. ಇದು ಆಸ್ತಿ ಸಂಪಾದನೆ ಸಂಪತ್ತು ಸೊತ್ತು ಊಡಾಕಡ ಪೈಸಗ ಈ 4 ಕಾರ್ಯத்துக்கு ஆகணும் എന്ന് ചെല്ലാറ് അള്ളാഹു இந்த ഹദീസ് എടുത്തിട്ട് സയ്യിദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ 4 കാര്യത്തിൽ അതിൽ ധാരാളം സമ്പത്ത് സ്വത്തിൻ തേലിട്ടു. അപ്പോൾ അയാളിട്ടു ഈ ഇത്തരം സ്വത്തെല്ലാം എന്തുകൊണ്ട് സമ്പാദനക്കാർ കേട്ടപ്പോൾ അയാൾ ചെന്നു വഫാത്താവുന്ന ടൈമിൽ ചെന്നു ನಾನು ಸಂಪತ್ತೆಲ್ಲ ಹಾಕಿ വെച്ചിട്ടുണ്ട് ഈഗനായിട്ട്. എന്തിനായിട്ട് ഒന്ന് കട തീർക്കുമായിട്ട് നയാ പൈസ കടലിലാണ് ജീവിക്കണം. ഒന്ന് അഭിമാനത്തോട് ജീവിക്കണം. നാട് മാത്രമല്ല നണ്ട മക്ക ഇറക്കടങ്ങാവത്തീര ആ മക്കമായിട്ട് ഇവിടെ ഭേണാവിടൂ. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കണം. 3 സംബന്ധത്തെ മനുഷ്യന്മാരൊക്കെ സംബന്ധ ഗാഢാക്കുമായിട്ട് അങ്ങ് സമയത്ത് സഹായമൊക്കെയുള്ള വലിയ ഭാഗ്യം ഉണ്ടാവണം. സംബന്ധക്കാർ ആറ് ചെന്നെങ്കിൽ അങ്ങ് കൊടുക്കുകയുള്ള എന്താ വിശാല മനസ്സ്. 4ാമത്തെ ഈമാൻ സംരക്ഷണമായിട്ട് ഞാൻ ഈ സ്വത്ത് സമ്പാദനക്കിട എന്ന് ചെന്ന മഹാൻ സയ്യിദ് ഇബ്നു മസ്ഊദ് കൊണ്ട് ആ നിനക്ക് എത്ര വേണം ധാരാളം എന്നൊക്കെ ഭൂമിയുടെ സമ്പാദനക്കട. അപ്പോൾ ഭൂമി നമുക്ക് കിട്ടണം എന്താക്കണം, സുബൈ നിസ്കാരം കലാവായിട്ട് നിസ്കരിക്കൊണ്ട് ചെന്നല്ലേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിൽ ആറാവട്ടെ ബറക്കത്തില്ലാത്തവനാവട്ടെ ഇത് സുബൈക്ക് നല്ല ഉറങ്ങട്ടണം. സുബൈക്ക് നല്ല ഉറങ്ങണം, ബറക്കത്തില്ലല്ലേ. സുബൈക്ക് സൂര്യോദയത്തിൽ ഉറങ്ങുപോയിത്തര എന്തായിത്തീങ്ങളും ഉറങ്ങാത്തോ വലിയ ഭാഗ്യം ഉണ്ടാക്കണം. സൂര്യോദയത്തിലോ എന്തായാലും ഉറങ്ങുമത്തിയല്ല. ഞങ്ങളുടെ തൂങ്ങൂടല്ല അപ്പം മേലെ ശൈത്താനും നല്ല ടൈമപ്പാ റമളാൻ പോലെ സുബൈയിൽ പിന്നെ സുബൈ ബാങ്കിൽ പിന്നെ സുബൈ സൂര്യോദയത്തിലുള്ള ടൈമു റമളാൻ എന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ റമളാനൊക്കെ ഇട അങ്ങനെ മഗ്‌രിബ് ഇശായിടുള്ളൂ അതേപോലെ. മഗ്‌രിബ് ഇശായിൽ ഞങ്ങളുടെ ടൈമെല്ലാം ഹലാക്കാവിടല്ലേ. ആ നിലക്ക് ആ ടൈമെല്ലാം എന്തോ റമളാൻ എന്ന പോലെ ടൈമിലു അത് റമളാൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് അങ്ങനത്തെ ടൈമിൽ ധാരാളം അല്ലാഹു ഇഷ്ടപ്പെട്ടതെല്ലാം ആക്കുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ദുനിയാവ് സമ്പന്നനാക്കുമ്പോൾ ഈ ചെന്ന 4 കാര്യത്തിൽ അല്ലാണ്ട് ദുനിയാവ് സമ്പന്നനാക്കടോ ദുർജനങ്ങളെ കൊടുത്ത് അള്ളാഹു പെടുത്താണ്ടിക്കട്ടെ. കാരണം ദുനിയാവ് സമ്പാദന ഈ 4 കാര്യത്തിൽ കഴിഞ്ഞിട്ട് മാത്രം ആ നിലക്ക് സമ്പാദനക്കും നമ്മൾ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാക്കും. നമ്മൾ പഠിച്ചവനെ ബുദ്ധി നീ ആറാക്കി തന്നുകൊണ്ട് നാലെല്ലാം നീ പുറത്തപ്പെട്ട നിലക്കുള്ള ജീവിക്കും നീ അവതാഗ്രഹമാനെ. ഞങ്ങളെ മക്കളെല്ലാം നല്ല ആഹൃതമുള്ള ആസ്തിയാക്കും നീ അവതാഗ്രഹമാനെ. ഞങ്ങളെല്ലാ പോക്കും വാക്കും ഞങ്ങളെ കുടുംബക്കാട്ട് ഓർത്ത ടർസയിലാണ്ട് എല്ലാവർക്കും സഹായിക്കും നീ അവതാഗ്രഹമാനെ. ഞങ്ങൾ അഭിമാനത്തോട് ജീവിക്കും, സ്വാഭിമാന ധക്യ പറത്തിൽ ആ നിലക്ക് ജീവിക്കും. നമ്മൾ എല്ലാവർക്കും നീ ഭാഗ്യം ഉണ്ടാക്കുക. അല്ലാഹ് بحق سيدنا مصطفى محمد صلى الله عليه وسلم برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.